ന്യൂട്ടൻ്റെ ചലന നിയമങ്ങളുടെ പ്രശസ്തി അറിയണമെങ്കിൽ ന്യൂട്ടൻ ഏത് കാലഘട്ടത്തിൽ നിന്നാണ് ചിന്തിച്ചത്, ഏത് കാലഘട്ടത്തിലാണ് അത് സംഭവിച്ചത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. കാരണം ന്യൂട്ടന് മുമ്പ് മനുഷ്യനുണ്ടായ കാലം തൊട്ട് ന്യൂട്ടൻ്റെ കാലം വരെ എന്തെങ്കിലും നിയമമുണ്ടായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ നിയമങ്ങളെല്ലാം വിശ്വാസത്തിലും അന്ധവിശ്വാസത്തിലും ആധാരപ്പെടുത്തിയായിരുന്നു. കാരണം അതിൻ്റെ കേന്ദ്രം വിശ്വാസമോ അല്ലെങ്കിൽ അന്ധവിശ്വാസമോ ആയിരുന്നു. കാരണം ഏതെങ്കിലും ഒരു വ്യക്തിക്ക് അതിനെക്കുറിച്ച് ഒരു ഇമാജിനേഷൻ ഉണ്ടാവുകയും ആ ഇമാജിനേഷൻ്റെ പുറത്ത് കാര്യങ്ങളെ ചിന്തിക്കുകയും എഴുതുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. ചില പുസ്തകങ്ങൾ ചരിത്രം എഴുതിയിട്ടുണ്ടെങ്കിലും കൂടുതലും കാര്യങ്ങൾ ഈ വിശ്വാസത്തിൽ നിന്നോ അല്ലെങ്കിൽ അന്ധവിശ്വാസത്തിൽ നിന്നോ ഉണ്ടായിരുന്നതായിരുന്നു. ന്യൂട്ടനാണ് ഇതിനെല്ലാം മാറ്റം വരുത്തിയത്. ന്യൂട്ടൻ്റെ കാലത്തെ നമ്മൾ കാണുന്നത് ന്യൂട്ടന് മുമ്പും ന്യൂട്ടന് പുറകിലും അങ്ങനെയാണ് വിഭജിക്കുന്നത്. അതിൻ്റെ പ്രശസ്തി എന്താണെന്ന് ചോദിച്ചാൽ ന്യൂട്ടന് മുമ്പുണ്ടായിരുന്ന കാലഘട്ടത്ത് വിശ്വാസവും അന്ധവിശ്വാസവും ആചാരങ്ങളുമായിരുന്നു പ്രധാനപ്പെട്ടതെങ്കിൽ ന്യൂട്ടന് ശേഷം ലോജിക്കും റീസണിങ്ങുമായി. അതായത് ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കണമെങ്കിൽ അതിന് കൃത്യമായ റീസൺ വേണം, അല്ലെങ്കിൽ അതിന് മനുഷ്യൻ്റെ ബുദ്ധിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഭാഷയിൽ പറഞ്ഞതായിരിക്കണം. ഇത് ന്യൂട്ടനാണ് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പിന്നെ ന്യൂട്ടന് മുമ്പ് രാജാക്കന്മാരും ഫ്യൂഡൽ വ്യവസ്ഥകളും ഒക്കെയായിരുന്നു മുന്നിൽ നിന്നിരുന്നതെങ്കിൽ ന്യൂട്ടന് ശേഷം ഇൻഡസ്ട്രിയലൈസേഷൻ പുറത്തേക്ക് വന്നു. കാരണം കച്ചവട തന്ത്രങ്ങളും കച്ചവട നിയമങ്ങളും വ്യാപകമാകാൻ തുടങ്ങി. കാരണം 23 വയസ്സുള്ളൊരു ചെറുപ്പക്കാരൻ്റെ ചിന്തയിൽ നിന്നാണ് ഒരു നൂറ്റാണ്ടിനെ മുഴുവൻ നിയന്ത്രിക്കുന്ന ആശയങ്ങൾ പുറത്തേക്ക് വന്നതെന്നുള്ളത് ചരിത്രത്തിന് പോലും വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു വ്യക്തിയാണ് ന്യൂട്ടൻ. കാരണം ആ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയാണത്. കാരണം സയൻറ്റിഫിക്കലായിട്ട് പ്രിൻസിപ്പ മാത്തമാറ്റിക്ക എന്നൊരു പുസ്തകം എഴുതുകയും അതിലൂടെ സയൻസിന് ജന്മം നൽകുകയും ചെയ്ത വ്യക്തിയാണ് ന്യൂട്ടൻ എന്ന് പറയുന്നത്. ഇതാണ് ന്യൂട്ടൻ്റെ പ്രശസ്തി എന്ന് പറയുന്നത്. ന്യൂട്ടൻ പ്രധാനമായിട്ട് ചലന നിയമങ്ങളും ഭൂഗുരുത്വത്തെയാണ് അദ്ദേഹം ഡിഫൈൻ ചെയ്തത്. ഈ ചലന നിയമങ്ങളും ഭൂഗുരുത്വവും കേന്ദ്രബിന്ദുവാക്കി ലോകത്ത് ഒരുപാട് വിപ്ലവകരമായ തീരുമാനങ്ങൾ പുറത്തേക്ക് വന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ന്യൂട്ടൻ്റെ നിയമങ്ങൾ. രണ്ടാം ചലന നിയമം ഉപയോഗിച്ചാണ് നമ്മൾ ബിൽഡിങ്ങുകൾ പണിയുന്നത്. ബിൽഡിങ് പണിയുന്നതിന് മുമ്പ് ന്യൂട്ടൻ്റെ നിയമം വരുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാകും പലപ്പോഴും ഉണ്ടായേക്കുന്ന ബിൽഡിങ്ങൊക്കെ 1 നില 2 നില കെട്ടിടങ്ങളായിരുന്നു. പക്ഷേ ഈ നിയമത്തിന് ശേഷം ഒരുപാട് നില കെട്ടിടങ്ങൾ നമ്മൾ പണിയാൻ തുടങ്ങി. കാരണം എന്താ? അദ്ദേഹത്തിൻ്റെ ഈ നിയമമാണ് രണ്ടാം ചലന നിയമം. അതായത് ആക്സിലറേഷൻ, ഫോഴ്സ് ഉണ്ടാകുന്നത് എങ്ങനെയാണ് മാസിന് ആക്സിലറേഷൻ കൊടുത്താലാണ്. അപ്പം മാസിന് ആക്സിലറേഷൻ കൊടുത്തില്ലെങ്കിലോ, കൊടുക്കാൻ സാധ്യതയുള്ള എല്ലാ വഴികളും അടച്ചാലോ, എങ്കിൽ മാത്രമേ നമുക്ക് 100 നിലയും 200 നിലയും കെട്ടിടങ്ങൾ പണിയാൻ പറ്റത്തുള്ളൂ. അപ്പം അതിനാണ് പില്ലറിടുക, ബെൽറ്റ് ഇടുക, ലിൻഡൽ ഇടുക മുതലായ കാര്യങ്ങൾ പൂർണ്ണമായിട്ടും എല്ലാ ആക്സിലറേഷനും അടയ്ക്കുന്ന രീതിയിലുള്ള ബിൽഡിംഗ് നിർമ്മാണത്തിന് പ്രാധാന്യം കൊടുക്കുകയും ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്ന രാജ്യങ്ങളിൽ പോലും ന്യൂട്ടൻ്റെ നിയമം അനുസരിച്ച് സകല ആക്സിലറേഷനെയും പ്രിവെൻറ്റ് ചെയ്യുന്ന രീതിയിൽ ബിൽഡിങ്ങുകൾ പൊക്കാൻ തുടങ്ങി. അപ്പം എല്ലാ ആക്സിലറേഷനെയും തടയുന്ന രീതിയിൽ ബിൽഡിങ് പൊക്കാൻ തുടങ്ങുകയും 100 നിലയും 200 നിലയും കെട്ടിടങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങുന്നതിൻ്റെയും പ്രധാനപ്പെട്ട കാരണം ന്യൂട്ടൻ്റെ രണ്ടാം ചലന നിയമമാണ്. ഇങ്ങനെ നമ്മുടെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ മേഖലകളിലേക്കും ന്യൂട്ടൻ്റെ നിയമങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അപ്പം ഇന്നും നമ്മൾ റോക്കറ്റുകൾ വിടുന്നത് ന്യൂട്ടൻ്റെ നിയമം അനുസരിച്ചാണ്, ഐൻസ്റ്റീൻ്റെ നിയമമല്ല. അപ്പം അത്രമാത്രം ഈ നൂറ്റാണ്ടിന് പോലും ഒഴിവാക്കാൻ പറ്റാത്ത വിധത്തിൽ അത്രമാത്രം സമഗ്രമായ അറിവിൻ്റെ മേഖലകൾ ഇമാജിനേഷനിലൂടെയും കാൽക്കുലേഷനിലൂടെയും അദ്ദേഹം നടത്തി. ന്യൂട്ടന് മുമ്പ് കാൽക്കുലേഷൻസ് ഇല്ലായിരുന്നു. കാൽക്കുലേഷൻ എന്ന് പറഞ്ഞാൽ ചലന നിയമങ്ങൾക്ക് കൃത്യമായ ഒരു ഇക്വേഷനും അതിനെ കണക്ക് കൂട്ടാൻ ഒരു കാൽക്കുലേറ്റിംഗ് മാത്തമാറ്റിക്കൽ മെത്തേഡും ഇല്ലായിരുന്നു. ന്യൂട്ടനാണ് ഇതെല്ലാം ഉണ്ടാക്കിയത്. ഇതാണ് ന്യൂട്ടൻ്റെ പ്രശസ്തി എന്ന് പറയുന്നത്. ഇതുകൊണ്ടാണ് സയൻസിനെ ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്തൊരു വ്യക്തിയാണ് ന്യൂട്ടൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടാണ് ഗലീലിയോ. കാരണം സയൻസ് എന്നൊരു സംഭവം ഇല്ലാതിരുന്ന കാലത്ത് സയൻസിനെക്കുറിച്ച് ചിന്തിച്ച ആദ്യത്തെ
വ്യക്തിയാണ് ഗലീലിയോ എന്ന് പറയുന്നത്. അതാണ് ഗലീലിയോയുടെ പ്രശസ്തി. ലോകത്ത് കണ്ടെത്തിയ പ്രധാനപ്പെട്ട ഫോഴ്സുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫോഴ്സാണ് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. അതായത് ന്യൂട്ടൻ്റെ കാഴ്ചപ്പാടിലുണ്ടായിരുന്ന ഗ്രാവിറ്റി അല്ല ഐൻസ്റ്റീൻ്റെ കാഴ്ചപ്പാടിലുണ്ടായിരുന്ന ഗ്രാവിറ്റി. ഇതിന് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. എങ്കിലും അദ്ദേഹം ആ ഗ്രാവിറ്റിയെക്കുറിച്ച് ചിന്തിച്ചു, അതിനെക്കുറിച്ച് പുസ്തകങ്ങൾ എഴുതി, അതിനെക്കുറിച്ച് റൂൾ എഴുതി. ഇത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു സംഭാവനയാണ്. കാരണം ആ കാലഘട്ടത്തിലാണ്. അതിനു മുമ്പ് ഈ പ്രകൃതി ശക്തികളെല്ലാം ദൈവത്വം കൊടുത്ത് ആരാധിക്കുകയും അതിന് മനുഷ്യനേക്കാൾ ശക്തിയുണ്ട് എന്ന് മനസ്സിലാക്കുകയും ചെയ്തിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് ഇതിനൊക്കെ ഒരു സയൻറ്റിഫിക്കൽ ബേസ് ഉണ്ടെന്ന് മനസ്സിലാക്കിച്ചു കൊടുത്ത വ്യക്തിയാണ് ന്യൂട്ടൻ. പിന്നെ രണ്ടാമത്തെ ഒരു വ്യത്യാസം ഉണ്ടാകുന്നത് ഇലക്ട്രിസിറ്റിയുടെ ഇൻവെൻഷനാണ്. മൈക്കിൾ ഫാരഡേയുടെ ഇലക്ട്രിസിറ്റിയുടെ ഇൻവെൻഷൻ, അതൊരു ഫോഴ്സാണ്. രണ്ടാമത്തെ ഒരു പ്രത്യേക ഫോഴ്സ് എന്ന് പറയുന്നത്. മൂന്നാമത്തത് വീക്ക് ആൻഡ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സുകളാണ്. ഇതെല്ലാം ന്യൂട്ടനിൽ തുടങ്ങി പടിപടിയായിട്ട് കണ്ടുപിടിച്ച കാര്യങ്ങളാണ്. വീക്ക് ആൻഡ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സിൻ്റെ ഉത്ഭവം ഐൻസ്റ്റീനിൽ നിന്നാണ്. അതായത് ന്യൂട്ടനിൽ തുടങ്ങി ഐൻസ്റ്റീനിലൂടെ കടന്നു പോകുന്ന ഒരു സയൻസിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ നിലനിൽക്കുന്നതും നമ്മൾ കാര്യങ്ങളെ കാണുന്നതും. അപ്പം സയൻസിനെ ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത വ്യക്തിയാണ് ന്യൂട്ടനും. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട വ്യക്തിയാണ് ആൽബർട്ട് ഐൻസ്റ്റീനും. കാരണം ന്യൂട്ടോണിയൻ റൂളിൻ്റെ പോരായ്മകളിൽ നിന്ന് പുതിയൊരു ലോകത്തേക്ക് മനുഷ്യനെ കൈപിടിച്ചുയർത്തിയ വ്യക്തിയാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ ന്യൂട്ടൻ്റെ റൂളുകൾ മുഴുവൻ ലോജിക്കിന് മനസ്സിലാക്കാൻ പറ്റുന്നതാണെങ്കിൽ, അറിവിൻ്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ ലോജിക്കിൻ്റെയും റീസണിങ്ങിൻ്റെയും മേഖലകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണെങ്കിൽ ഐൻസ്റ്റീൻ്റെ സയൻസ് എന്ന് പറയുന്നത് നമുക്ക് ഇച്ചിരി കൂടി ഉൾക്കൊള്ളാൻ പല കാര്യങ്ങളും ലോജിക്കിന് നിരക്കാത്തതായിരിക്കും. അപ്പോൾ ലോജിക്കിൻ്റെ ഭാഗത്ത് നിന്ന് പല ക്വസ്റ്റ്യനുകൾ വരുമ്പോഴും ഐൻസ്റ്റീൻ്റെ സയൻസിൽ കൺഫ്യൂഷനുകൾ ഉണ്ടാകാറുണ്ട്. അതുകൊണ്ടാണ് ഐൻസ്റ്റീൻ്റെ കാലഘട്ടത്തിൽ തന്നെ ഐൻസ്റ്റീൻ്റെ സയൻസിനെ ഇൻകംപ്ലീറ്റ് ഇൻവെൻഷൻ എന്നാണ് കണ്ടുപിടിച്ചുകൊണ്ടിരുന്നത്. കാരണം അതിന് അപൂർണതകളുണ്ട്. കാരണം ഐൻസ്റ്റീൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ആ തിയറി കണ്ടുപിടിക്കാനായിട്ട് അദ്ദേഹത്തിൻ്റെ ആയുസ് മുഴുവൻ എടുത്തു. അതിനു വേണ്ടിയിട്ട് മാത്തമാറ്റിക്കൽ ഇക്വേഷൻ ഉണ്ടാക്കാൻ പിന്നെയും 10 വർഷങ്ങളോളം എടുത്തു. അത് സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്യാൻ 100 വർഷങ്ങൾ വരെ എടുത്ത കാര്യങ്ങളുണ്ട്. അതായത് 2015 തോന്നുന്നു അദ്ദേഹത്തിൻ്റെ നിയമപ്രകാരം ഭൂമിയിൽ ആദ്യമായിട്ട് ഗ്രാവിറ്റേഷണൽ വേവ് എന്ന് പറയുന്ന കാര്യമാണ് പ്രപഞ്ചത്തിൻ്റെ ചലനമുണ്ടാക്കുന്നതെന്ന്, പ്രപഞ്ചത്തിലൂടെ കടന്നു പോകുന്ന ഒരു തരംഗം ഗ്രാവിറ്റേഷണൽ വേവ് എന്ന പേരിലുണ്ടെന്നും അതിനെ ആദ്യമായിട്ട് ഡിറ്റക്റ്റ് ചെയ്തതും ഐൻസ്റ്റീൻ മരിച്ച് 100 ഇയേഴ്സിന് ശേഷമാണ്. അപ്പം അത്രമാത്രം ദീർഘവീക്ഷണങ്ങളോടുകൂടി എഴുതിയ കാര്യങ്ങളെ മനസ്സിലാക്കുകയും അതിനെക്കുറിച്ച് പഠിക്കുകയും അതിനെക്കുറിച്ച് പ്രബന്ധം എഴുതുകയും ചെയ്ത വ്യക്തിയാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ. അതുകൊണ്ട് ന്യൂട്ടോണിയൻ റൂളിൻ്റെയും ഐൻസ്റ്റീൻ റൂളിൻ്റെയും ബലത്തിലാണ് ഫിസിക്സിൻ്റെ എല്ലാ കാഴ്ചപ്പാടുകളും ഇന്നേ വരെ പിന്തുടർന്നു പോരുന്നത്. പക്ഷേ അപ്പോഴും നമുക്ക് പല സംശയങ്ങളുണ്ടാവും. ഐൻസ്റ്റീൻ്റെ സയൻസ് തന്നെയാണോ യഥാർത്ഥ സയൻസ്? നമുക്കൊരിക്കലും പറയാൻ പറ്റത്തില്ല. കാരണം അതിനെ കവച്ച് വെക്കുന്ന രീതിയിൽ അടുത്ത ഇൻവെൻഷൻ വരാം. കാരണം ആർക്കെങ്കിലും ഏതെങ്കിലും ഒരു സയൻറ്റിഫിക്കൽ മേഖലയിൽ നിൽക്കുന്നവർക്ക് എന്തെങ്കിലും ഒരു സംശയം തോന്നി ഇതിനെ ഒന്ന് ക്വസ്റ്റ്യൻ ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അടുത്ത സയൻസ് ഉണ്ടാവും. അപ്പം ആ സയൻസിലേക്ക് പോകുന്നതിനാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അത് എന്തായിരിക്കും എന്നുള്ളതിന് ഒരു വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. അത് സ്ട്രിങ് തിയറിയിലേക്ക് നയിക്കുന്ന ഒരു കാഴ്ചപ്പാടാണ്. എന്താണ് സ്ട്രിങ് തിയറി? സയൻസ് വരുന്ന ഓരോ വഴികൾ കണ്ടില്ലേ? സ്ട്രിങ് തിയറി അതായത് ഓരോ ആറ്റവും നമ്മൾ പിളർന്നു കഴിഞ്ഞാൽ, നമ്മൾ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 2 ആറ്റത്തെ കൂട്ടിയിടിപ്പിച്ച് കൊളീഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് സബ് ആറ്റോമിക് പാർട്ടിക്കിൾസ് ഉണ്ടാവും. അപ്പോൾ സബ് ആറ്റോമിക് പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ഒരുപാട് ചെറിയ പാർട്ടിക്കിൾസാണ്. അങ്ങനെയുള്ള പാർട്ടിക്കിൾസിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ട് എന്ന് കണ്ടുപിടിക്കുന്ന ഒരു സയൻസാണ് സ്ട്രിങ് തിയറിയിലേക്ക് വെളിച്ചം വയ്ക്കുന്നത്. അപ്പോൾ സ്ട്രിങ് തിയറിയുടെ ബേസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ ആറ്റത്തിൻ്റെ ഉള്ളിലും ഒരു അവസാന ഘടകം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്.
ആ ഘടകത്തിന് പറയുന്ന പേരാണ് സ്ട്രിങ്. ആ സ്ട്രിങ് ആപ്പിളിൻ്റെ എടുത്താലും ഓറഞ്ചിൻ്റെ എടുത്താലും ഇരുമ്പിൻ്റെ എടുത്താലും മെറ്റലിൻ്റെ എടുത്താലും എന്തിൻ്റെ എടുത്താലും അതെല്ലാം റബ്ബർ ബാൻഡ് ലൈക്ക് സ്ട്രക്ചറാണ്. അത് സ്ട്രിങ് എന്നറിയപ്പെടും. അതാണ് സ്ട്രിങ് തിയറിയുടെ പ്രാധാന്യം. അപ്പം എന്താണ് ഈ സ്ട്രിങ് എന്ന് മനസ്സിലാക്കാനായിട്ട് മനുഷ്യൻ്റെ ടെക്നോളജിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതെന്താണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ജനീവയിൽ ഇന്ന് നടക്കുന്ന സയൻസിലെ ഏറ്റവും കോസ്റ്റ്ലിയായ ഹൈഡ്രജൻ കൊളൈഡർ എന്ന് പറയുന്നൊരു മിഷനുണ്ട്. അത് ഒരുപാട് ഭൂപ്രദേശങ്ങളെ കവർ ചെയ്ത് പ്രകാശത്തിൻ്റെ വേഗതയിൽ 2 ഹൈഡ്രജൻ ആറ്റത്തെ കൂട്ടിയിടിപ്പിച്ച് അതിൽ നിന്ന് സബാറ്റോമിക് പാർട്ടിക്കിൾസിനെ വേർതിരിച്ച് കണ്ടുപിടിക്കുന്ന ഒരു മെക്കാനിസമാണ്. അതിന് നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട് അവർ കണ്ടെത്തിയ അറിവിന്. ഹിസ് ബോഡീസ് എന്നൊക്കെയാണ് അതിന് പറയുന്നത്. ആ ശാഖയ്ക്കും നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. അപ്പം അതിനകത്ത് അവർ ശ്രമിക്കുന്നതെന്ന് പ്രകാശത്തിൻ്റെ വേഗതയിൽ ആറ്റത്തെ കൂട്ടിയിടിച്ച് അതിൽ നിന്ന് സബാറ്റോമിക് പാർട്ടിക്കിൾസിനെ കണ്ടുപിടിച്ച് ആ സബാറ്റോമിക് പാർട്ടിക്കിൾസിൻ്റെ ഉള്ളിൽ ഉള്ള ഏറ്റവും ചെറിയ ഘടകമായ സ്ട്രിങ്ങിനെ കണ്ടെത്താനാണ്. അപ്പോൾ സ്ട്രിങ്ങിനെ ഡിഫൈൻ ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അതാണ് സ്ട്രിങ് തിയറിയുടെ അടിസ്ഥാനം. അങ്ങനെ സ്ട്രിങ് തിയറിക്ക് ഒരു ഡെഫിനിഷൻ കൊടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, അതിന് വേണ്ടിയിട്ട് ഒരു ഇക്വേഷൻ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, ആ സ്ട്രിങ് തിയറി അറിയപ്പെടുന്നതാണ് ഗോഡ്സ് ഓൺ ഇക്വേഷൻ ഓഫ് ക്രിയേഷൻ. അതായത് ഏത് സമവാക്യം വെച്ച് ഭൂമിയിൽ ജീവനും മാറ്ററും മെറ്റീരിയലും ദൈവം ഉണ്ടാക്കിയോ ആ സമവാക്യമാണ് അവിടെ കണ്ടെത്താൻ ശ്രമിക്കുന്നത്. അതായത് ഗോഡ്സ്. അതുകൊണ്ടാണ് സ്ട്രിങ് തിയറിയുടെ വേറൊരു ഇക്വേഷനാണ് സ്ട്രിങ് തിയറിക്ക് കൊടുക്കുന്ന ഡെഫിനിഷൻ അല്ലെങ്കിൽ ഇക്വേഷൻ എന്ന് പറയുന്നതാണ് ഗോഡ്സ് ഓൺ ഇക്വേഷൻ ഓഫ് ക്രിയേഷൻ എന്ന് പറയാൻ കാരണം എല്ലാ സമവാക്യത്തെയും ഒരൊറ്റ ഇക്വേഷനിലേക്ക് ചുരുക്കാനായിട്ട് സ്ട്രിങ് തിയറിക്ക് പറ്റും. കാരണം എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് സ്ട്രിങ്ങിൽ നിന്നാണ്. അതാണ് ഇതിൻ്റെ ബേസ് എന്ന് പറയുന്നത്. അപ്പം എങ്ങോട്ടാണ് നമ്മൾ പോകുന്നതെന്ന് മനസ്സിലായോ? സ്ട്രിങ് തിയറിയിലേക്കാണ്. അതുവരെ നമ്മുടെ ഇൻവെൻഷൻ നടത്തിക്കൊണ്ടിരിക്കും. അവിടെ ചെല്ലുമ്പം അതിനേക്കാൾ പ്രധാനപ്പെട്ട വേറെ വലുതും കാണും. പക്ഷേ ഇന്ന് നിലനിൽക്കുന്ന കാഴ്ചപ്പാടും അറിവും അനുസരിച്ച് സ്ട്രിങ് തിയറി ആയിരിക്കും ഫിസിക്സിൻ്റെ ഒരു ഫൈനൽ ഇക്വേഷൻ ഉണ്ടാക്കാൻ പറ്റിയേക്കുന്ന റൂള് എന്ന് പറയുന്നത്. കാരണം ഈ സ്ട്രിങ്ങിനെ കുറിച്ച് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു സമവാക്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ പ്രപഞ്ചം എങ്ങനെ രൂപപ്പെട്ടു, മനുഷ്യൻ എങ്ങനെ ഉണ്ടായി, എല്ലാത്തിനും നിയമമാവും, എല്ലാത്തിനും തെളിവാവും, എല്ലാത്തിനും പറ്റുന്ന ഇക്വേഷനാവും. ഇതാണ് ഫിസിക്സിൻ്റെ ആകാശങ്ങൾ എന്ന് പറയുന്നത് ചിന്തകൾക്കും അപ്പുറമാണ് എന്ന് പറയാൻ കാരണം. താങ്ക് യു.